അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇതുവരെയായി 48 ആയത്തുകളാണ് മനഃപ്പാഠമാക്കിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ 49, 50 ആയത്തുകളാണ് പഠിപ്പിക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. ഇതുവരെ പഠിച്ച ഭാഗങ്ങളെല്ലാം നിങ്ങൾ ജീവിതത്തിൽ പകർത്തുക. പഠിക്കാനായി ഒരു പ്രത്യേക സമയം കണ്ടെത്തി പഠിക്കാത്തവർ എത്രയും പെട്ടെന്ന് പഠിച്ച് തീർത്ത് ഓരോ ദിവസത്തെ ക്ലാസ്സിലേക്കും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഇൻഷാ അല്ലാഹ് 5 ജുസ് നമുക്ക് അടുത്ത റമദാൻ ആകുമ്പോഴേക്കും പൂർത്തിയാക്കേണ്ടതാണ്. അതേപോലെ ഇതുവരെ പഠിച്ച ഭാഗങ്ങൾ മറന്നു പോവാതെയും അതേപോലെ ഇനി പഠിക്കാൻ പോകുന്ന ഭാഗങ്ങൾ വളരെ എളുപ്പമുള്ളതാക്കുവാനും പടച്ചവൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അതേപോലെ നിങ്ങൾ ഈ ചാനലിന് വേണ്ടി ചെയ്യുന്ന സഹായ സഹകരണങ്ങൾ തുടരുക. പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ പഠിച്ച ഭാഗങ്ങൾ അതായത് 20 തവണ നിങ്ങൾ ദിവസവും ആ പഠിച്ച, ഇപ്പോൾ 2 ആയത്താണെങ്കിൽ 2 ആയത്ത് ആ 20 തവണ ആവർത്തിച്ച് ഓതിയതിന് ശേഷം മാത്രമേ അത് ബൈഹാർട്ടായാലും ഇനി അല്ലെങ്കിലും 20 തവണ മസ്റ്റായിട്ട് നിങ്ങൾ ആവർത്തിച്ച് ഓതുക തന്നെ വേണം. അതിനുശേഷം മാത്രമേ അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സോട് കൂടി 50 ആയത്തുകൾ നമ്മൾ പൂർത്തിയാക്കി. അപ്പോൾ നിങ്ങളുടെ ഓരോ ക്ലാസ്സിലും എടുത്ത ഭാഗങ്ങൾ അതാത് ദിവസം തന്നെ പഠിച്ചതിന് ശേഷം അതിങ്ങനെ, ഇപ്പം 1 മുതൽ 5 വരെയാണ് ആദ്യത്തെ ക്ലാസ് ഉണ്ടായിരുന്നത്, അത് പിന്നെ 10, 5 മുതൽ 6 മുതൽ 10, അത് ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് നിങ്ങൾ അത് കാൽ ഹിസ്ബ് വരെ, പിന്നെയുള്ളത് അര ഹിസ്ബ്, ഇപ്പം നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് 3/4 ഹിസ്ബ്. അപ്പോൾ ഓരോ കാൽ ഹിസ്ബ്, അര ഹിസ്ബ് അങ്ങനെ കൂട്ടി യോജിപ്പിച്ച് മനഃപ്പാഠമാക്കി അത് ഓരോ ഭാഗങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിലെ ഭാഗങ്ങളിലും ഓതിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് മറന്നു പോവാതെ അത് കാലങ്ങളോളം നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാകുന്നതായിരിക്കും. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذْ نَجَّيْنَاكُمْ مِنْ آلِ فِرْعَوْنَ يَسُومُونَكُمْ سُوءَ الْعَذَابِ يُذَبِّحُونَ أَبْنَاءَكُمْ وَيَسْتَحْيُونَ نِسَاءَكُمْ وَفِي ذَلِكُمْ بَلَاءٌ مِّن رَّبِّكُمْ عَظِيمٌ. وَإِذْ فَرَقْنَا بِكُمُ الْبَحْرَ فَأَنْجَيْنَاكُمْ وَأَغْرَقْنَا آلَ فِرْعَوْنَ وَأَنْتُمْ تَنْظُرُونَ. ഇനി നമുക്ക് ഈ ആയത്തിൻ്റെ തജ്വീദ് നിയമങ്ങൾ നോക്കാം. വഇദ് നജ്ജൈനാക്കും, ഇവിടെ നാക്ക് മുകളിൽ ചെറിയ അലിഫുണ്ട്, അത് മദ് അസ്ലിയാണ്, 2 ഹർക്കത്ത് മാത്രമേ നീട്ടാൻ പാടുള്ളൂ. പിന്നെയുള്ളത് ഇദ്ഗാം ഷഫവിയാണ്. സുക്കൂനുള്ള മീമിന് ശേഷം വേറൊരു മീം വന്നാൽ ആദ്യത്തെ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് മണിച്ചുകൊണ്ട് ചേർത്ത് ലയിപ്പിച്ച് ഓതണം. വഇദ് നജ്ജൈനാക്കും മിൻ, അവിടെ 2 ഹർക്കത്ത് വരെ മണിക്കണം. വഇദ് നജ്ജൈനാക്കും മിൻ. പിന്നെയുള്ളത് തർക്കീക്കാണ്. ഇവിടെ ഫിർഔൻ എന്ന് ഓതാൻ പാടില്ല, കാരണം റാക്ക് സുക്കൂനുണ്ട്, അതിന് തൊട്ട് മുമ്പിലത്തെ ഫാക്ക് കസറാണ്. അപ്പോൾ തൊട്ട് മുമ്പിലത്തെ അക്ഷരത്തിന് കസറ് വന്നു കഴിഞ്ഞാൽ അവിടെ റ തർക്കീക്ക് ചെയ്യണം, അതായത് നേർപ്പിച്ച് ഓതണം. ഫിർഔന എന്നോതണം, ഫിർഔന അല്ല ഫിർഔന. പിന്നെയുള്ളത് മദ് മുത്തസിലാണ്, സൂ. അവിടെ ഒരേ പദത്തിൽ തന്നെ മദ്ദിൻ്റെ അക്ഷരവും തൊട്ടടുത്ത് ഹംസയും വന്നതുകൊണ്ട് അവിടെ മദ് മുത്തസിലാണ്. 4-5 ഹർക്കത്ത് നിർബന്ധമായും നീട്ടി ഓതണം. പിന്നെയുള്ളത് അബ്നാഹക്കും, അവിടെ ബാക്ക് സുക്കൂനുണ്ട്, കൽക്കലയാണ്, ശബ്ദം പ്രതിധ്വനിപ്പിക്കണം. ഈ ഭാഗത്ത് മദ് മുത്തസിൽ 3 സ്ഥലങ്ങളിലുണ്ട്. അബ്നാഅക്കും, അതേപോലെ നിസാഅക്കും,
അക്കും, പിന്നെ ബലാഉം. ഈ 3 സ്ഥലങ്ങൾ മദ് മുത്തസിലാണ്. 4-5 ഹർക്കത്ത് നിർബന്ധമായും നീട്ടി ഓതണം. പിന്നെയുള്ളത് ഇഖ്ഫാഉ ഷഫവിയാണ്. അതായത് സുക്കൂണിലെ മീമിന് ശേഷം വന്നത് ബായാണ്. അതുകൊണ്ട് മീമിൻ്റെ ശബ്ദത്തെ ബായിലേക്ക് ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ചേർത്തി ഓതണം. ദാലികും ബലാഉൻ, അങ്ങനെ ചേർത്തി ഓതണം. പിന്നെയുള്ളത് ബലാഉമ്മിൻ, അവിടെ ഇദ്ഗാം ബിഗുന്നയാണ്. ഇദ്ഗാം ബിഗുന്നയുടെ 4 അക്ഷരങ്ങളിൽപ്പെട്ട മീമാണ് തൻവീന് ശേഷം വന്നിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ മണിച്ച് ലയിപ്പിച്ച് ചേർത്തി ഓതണം. മണിച്ചുകൊണ്ട് ലയിപ്പിച്ച് ചേർത്തി ഓതണം. ബലാഉമ്മി. പിന്നെയുള്ളത് ഇദ്ഗാം ബിലാ ഗുന്നയാണ്. തൊട്ടടുത്ത വാക്ക് മിൻറ, അവിടെ മിൻറ എന്ന് ഓതരുത്. കാരണം ഇദ്ഗാം ബിലാ ഗുന്ന അല്ലെങ്കിൽ ഇദ്ഗാം ബിഗൈരി ഗുന്നയാണ്. അവിടെ സുക്കൂണിലെ നൂനിന് ശേഷമോ തൻവീനിന് ശേഷമോ റായോ അല്ലെങ്കിൽ ലാമോ വന്നാൽ അവിടെ നൂനിനെ മറച്ച് വെച്ച്, അതായത് പൂർണ്ണമായും ഒഴിവാക്കി മണിക്കാതെ ചേർത്തി ഓതണം. മിറ മിറ മിറബിക്കും, അങ്ങനെ ചേർത്തി ഓതണം. പിന്നെയുള്ളത് തഫ്ഹീമാണ്. ഇവിടെ റ അതേപോലെ ല എന്നീ 2 അക്ഷരങ്ങൾ കനപ്പിച്ച് ഓതണം. പിന്നെയുള്ളത് മദ് ആരിലു സുക്കൂനാണ്. ഇനി നമുക്കിതിൻ്റെ അർത്ഥം നോക്കാം. നിങ്ങളുടെ പുരുഷ സന്താനങ്ങളെ അറുകൊല ചെയ്തുകൊണ്ടും നിങ്ങളുടെ സ്ത്രീജനങ്ങളെ ജീവിക്കാൻ വിട്ടുകൊണ്ടും നിങ്ങൾക്ക് നിഷ്ഠൂര മർദ്ദനമേൽപ്പിച്ചു കൊണ്ടിരുന്ന ഫിർഔന്റെ കൂട്ടരിൽ നിന്ന് നിങ്ങളെ നാം രക്ഷപ്പെടുത്തിയ സന്ദർഭം ഓർമ്മിക്കുക. നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള ഒരു വലിയ പരീക്ഷണമാണ് അതിലുണ്ടായിരുന്നത്. ഇതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. ഇനി നമുക്കിതിൻ്റെ വേർഡ് ബൈ വേർഡ് അർത്ഥം നോക്കാം. വഇദ് നജ്ജൈനാക്കും, നിങ്ങളെ നാം രക്ഷപ്പെടുത്തിയ സന്ദർഭവും, മിൻ ആലി ഫിർഔന, ഫിർഔന്റെ കൂട്ടുകാരിൽ നിന്ന്, ആൾക്കാരിൽ നിന്ന്, യസൂമൂനക്കും, അവർ നിങ്ങളെ അനുഭവിപ്പിച്ചു കൊണ്ടിരിക്കെ, സൂഅൽ അദാബ്, കടുത്ത അഥവാ ഹീനമായ ശിക്ഷ, യുദബ്ബിഹൂന, അവർ അറുകൊല നടത്തിയിരുന്നു, അബ്നാഅക്കും, നിങ്ങളുടെ ആൺമക്കളെ, വയസ്തഹ്യൂന, അവർ ജീവിക്കുവാൻ വിടുകയും ചെയ്തിരുന്നു, നിസാഅക്കും, നിങ്ങളുടെ സ്ത്രീകളെ, വഫീ ദാലിക്കും, അതിലുണ്ട്, ഉണ്ടായിരുന്നു, ബലാഉൻ, ഒരു പരീക്ഷണം, മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കൽ നിന്ന്, അലീം, വമ്പിച്ച. ഇതാണ് ഈ ആയത്തിൻ്റെ നേരായ അർത്ഥം. ഇനി നമുക്കിത് ബൈഹാർട്ടാക്കാൻ നോക്കാം. ബൈഹാർട്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. നോക്കി ഓതുമ്പോൾ വിരൽ ഓരോ അക്ഷരത്തിന് അടിയിലും വെച്ച് വളരെ ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടെ ഓതുക. ഓരോ ഭാഗവും 3 തവണയെങ്കിലും ഓതണം. ചിലർക്ക് 3 തവണ മതിയാവും, മറ്റു ചിലർക്ക് അതിൽ കൂടുതൽ തവണ ആവർത്തിക്കേണ്ടി വരും. മനസ്സിൽ പതിയുന്നതുവരെ ഓതുക. ചിലർക്ക് മനസ്സിൽ ഓതിയാലായിരിക്കും വേഗം ബൈഹാർട്ടാവുക, മറ്റു ചിലർക്ക് ഉറക്കെ ഓതണം. അവരവരുടെ ഇഷ്ടം പോലെ നോക്കി പഠിക്കുക. വഇദ് നജ്ജൈനാകും മിൻ ആലി ഫിർഔന, വഇദ് നജ്ജൈനാകും മിൻ ആലി ഫിർഔന, വഇദ് നജ്ജൈനാകും മിൻ ആലി ഫിർഔന. ഇനി ഇതൊന്ന് കാണാതെ നോക്കൂ. ഇത് മനസ്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. യസൂമൂനകും സൂഅൽ അസാബി, യസൂമൂനകും സൂഅൽ അസാബി, യസൂമൂനകും സൂഅൽ അസാബി. ഇനി ഇതൊന്ന് കാണാതെ നോക്കൂ. ഇത് മനസ്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വരി മൊത്തത്തിൽ ഓതി നോക്കാം. വഇദ് നജ്ജൈനാകും മിൻ ആലി ഫിർഔന യസൂമൂനകും സൂഅൽ അസാബി
وَإِذْ نَجَّيْنَاكُمْ مِنْ آلِ فِرْعَوْنَ يَسُومُونَكُمْ سُوءَ الْعَذَابِ وَإِذْ نَجَّيْنَاكُمْ مِنْ آلِ فِرْعَوْنَ يَسُومُونَكُمْ سُوءَ الْعَذَابِ. ഇനി ഈ വരി ഒന്ന് കാണാതെ ഓതി നോക്കൂ. ഈ ഒരു വരി മനസ്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. യുദബ്ബിഹൂന അബ്നാഅകും വയസ്തഹ്യൂന നിസാഅകും യുദബ്ബിഹൂന അബ്നാഅകും വയസ്തഹ്യൂന നിസാഅകും യുദബ്ബിഹൂന അബ്നാഅകും വയസ്തഹ്യൂന നിസാഅകും. ഇനി ഇതൊന്ന് കാണാതെ ഓതി നോക്കൂ. ഇത് മനസ്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. വഫീ സാലികും ബലാഉം മിർ റബ്ബികും അലീം വഇദ് ഫറഖ്നാ വഫീ സാലികും ബലാഉം മിർ റബ്ബികും അലീം വഇദ് ഫറഖ്നാ വഫീ സാലികും ബലാഉം മിർ റബ്ബികും അലീം വഇദ് ഫറഖ്നാ. ഇനി ഇതൊന്ന് കാണാതെ ഓതി നോക്കൂ. ഇത് മനസ്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആയത്ത് മുഴുവൻ ഒന്ന് ഓതി നോക്കാം. وَإِذْ نَجَّيْنَاكُمْ مِنْ آلِ فِرْعَوْنَ يَسُومُونَكُمْ سُوءَ الْعَذَابِ يُذَبِّحُونَ أَبْنَاءَكُمْ وَيَسْتَحْيُونَ نِسَاءَكُمْ وَفِي ذَلِكُمْ بَلَاءٌ مِّن رَّبِّكُمْ عَظِيمٌ وَإِذْ فَرَقْنَا وَإِذْ نَجَّيْنَاكُمْ مِنْ آلِ فِرْعَوْنَ يَسُومُونَكُمْ سُوءَ الْعَذَابِ يُذَبِّحُونَ أَبْنَاءَكُمْ وَيَسْتَحْيُونَ نِسَاءَكُمْ وَفِي ذَلِكُمْ بَلَاءٌ مِّن رَّبِّكُمْ عَظِيمٌ وَإِذْ فَرَقْنَا وَإِذْ نَجَّيْنَاكُمْ مِنْ آلِ فِرْعَوْنَ يَسُومُونَكُمْ سُوءَ الْعَذَابِ يُذَبِّحُونَ أَبْنَاءَكُمْ وَيَسْتَحْيُونَ نِسَاءَكُمْ وَفِي ذَلِكُمْ بَلَاءٌ مِّن رَّبِّكُمْ عَظِيمٌ وَإِذْ فَرَقْنَا. ഇനി ഇതൊന്ന് കാണാതെ ഓതി നോക്കൂ. ഈ ആയത്ത് മനസ്സിൽ പതിയുന്നതുവരെ ഓതിക്കൊണ്ടിരിക്കുക. മനസ്സിൽ പതിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ആയത്തിലേക്ക് പോകാൻ പാടുള്ളൂ. അതേപോലെ മനസ്സിൽ പതിയുക എന്നതാണ്, എത്ര തവണ ഓതി എന്നല്ല, മനസ്സിൽ പതിയുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് എത്രത്തോളം ഓതാൻ പറ്റുമോ മനസ്സിൽ പതിയാൻ വേണ്ടി അത്രത്തോളം നിങ്ങൾ ഓതിക്കൊണ്ടിരിക്കുക. ഇനി നമുക്ക് അടുത്ത ആയത്തിലേക്ക് പോവാം. ഇനി നമുക്ക് ഈ ആയത്തിൻ്റെ തജ്വീദ് നിയമങ്ങൾ നോക്കാം. ഇവിടെ തഫ്ഹീം ചെയ്യേണ്ട അക്ഷരങ്ങൾ റ, അതേപോലെ
ഗൈൻ, പിന്നെ ല എന്നീ അക്ഷരങ്ങളാണ് തഫ്ഹീം ചെയ്യേണ്ട അക്ഷരങ്ങൾ. ഫറഖ്ന, അവിടെ കാഫിന് സുക്കൂനുണ്ട്, അതുകൊണ്ട് അവിടെ കൽക്കലയുടെ ആവശ്യമുണ്ട്. അതേപോലെ അഗ്റഖ്ന, അവിടെയും കൽക്കലയുടെ നിയമം തന്നെയാണ് വരിക. ശബ്ദം പ്രതിധ്വനിപ്പിക്കുക. ഫറഖ്ന. പിന്നെയുള്ളത് ഫഅൻജൈനാക്കും, അവിടെ ഇഖ്ഫാഇൻ്റെ നിയമമാണ്. സുക്കൂണിലെ നൂനിന് ശേഷം ഇഖ്ഫാഇൻ്റെ അക്ഷരമായ ജീം വന്നതുകൊണ്ട് അവിടെ നൂനിനെ മറച്ച് വെച്ച് മണിച്ച് കൊണ്ട് ചേർത്തി ഓതണം. പിന്നെ മദ് അസ്ലിയുണ്ട്. ഫഅൻജൈനാക്കും, നൂനിൻ്റെ മേലെ ചെറിയ അലിഫുണ്ട്, അത് 2 ഹർക്കത്ത് മാത്രമേ നീട്ടാൻ പാടുള്ളൂ. അതേപോലെ അഗ്റഖ്ന, അവിടെ ഗൈൻ ഹെവി ലെറ്ററാണ്, അതുകൊണ്ട് അഗ്റഖ്ന ഒന്ന് കനപ്പിച്ച് ഓതണം. പിന്നെയുള്ളത് മദ് മുൻഫസിലാണ്. അഗ്റഖ്ന, അവിടെ ആദ്യത്തെ പദത്തിൽ മദ്ദിൻ്റെ അക്ഷരവും രണ്ടാമത്തെ പദത്തിൻ്റെ ആദ്യത്തിൽ ഹംസയും വന്നതുകൊണ്ടാണ് മദ് മുൻഫസിൽ. അവിടെ 4-5 ഹർക്കത്ത് വരെ നീട്ടാവുന്നതാണ്. അതേപോലെ ഇഖ്ഫാഇൻ്റെ നിയമമാണ്. അന്തും, അവിടെയും ഇഖ്ഫാഇൻ്റെ നിയമമാണ്. അതേപോലെ തൻദുറൂൻ, അവിടെയും ഇഖ്ഫാഇൻ്റെ നിയമമാണ്. പിന്നെയുള്ളത് മദ് ഗാരിദു സുക്കൂനാണ്. ഇനി നമുക്കിതിൻ്റെ അർത്ഥം നോക്കാം. കടൽ പിളർന്ന് നിങ്ങളെ കൊണ്ടുപോയി നാം രക്ഷപ്പെടുത്തുകയും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ ഫിർഔൻ്റെ കൂട്ടുകാരെ നാം മുക്കിക്കൊല്ലുകയും ചെയ്ത സന്ദർഭവും നിങ്ങൾ ഓർമ്മിക്കുക. ഇനി നമുക്കിതിൻ്റെ വേർഡ് ബൈ വേർഡ് അർത്ഥം നോക്കാം. വഇദ് ഫറഖ്നാ ബിക്കും, വഇദ് ഫറഖ്ന, നാം പിളർത്തിയ സന്ദർഭവും, ബിക്കുമു, നിങ്ങൾ നിമിത്തം, അൽ ബഹ്റു, സമുദ്രത്തെ, അൽ ബഹ്റ, സമുദ്രത്തെ, ഫഅൻജൈനാക്കും, അങ്ങനെ നിങ്ങളെ നാം രക്ഷപ്പെടുത്തി, വഅഗ്റഖ്ന, നാം മുക്കി നശിപ്പിക്കുകയും ചെയ്തു, ആല ഫിർഔന, ഫിർഔൻ്റെ കൂട്ടരെ, വഅന്തും, നിങ്ങൾ ആയിരിക്കെ, തൻദുറൂൻ, നോക്കിക്കൊണ്ടിരിക്കുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ വേർഡ് ബൈ വേർഡ് അർത്ഥം. നമുക്ക് ഇതിൻ്റെ ബൈഹാർട്ടിലേക്ക് പോവാം. വഇദ് ഫറഖ്നാ ബിക്കുമുൽ ബഹ്റ ഫഅൻജൈനാക്കും, വഇദ് ഫറഖ്നാ ബിക്കുമുൽ ബഹ്റ ഫഅൻജൈനാക്കും, വഇദ് ഫറഖ്നാ ബിക്കുമുൽ ബഹ്റ ഫഅൻജൈനാക്കും. ഇനി ഇതൊന്ന് കാണാതെ നോക്കൂ. മനസ്സിൽ പതിയുന്നത് വരെ ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കുക. മനസ്സിൽ പതിഞ്ഞതിന് ശേഷം അടുത്ത ഭാഗത്തേക്ക് പോവാം. വഅഗ്റഖ്നാ ആല ഫിർഔന വഅൻതും തൻദുറൂൻ വഇദ് വഅദ്നാ وأغرقنا آل فرعون وأنتم تنظرون وإذ وعدنا وأغرقنا آل فرعون وأنتم تنظرون وإذ وعدنا. ഇനി ഇതൊന്ന് കാണാതെ നോക്കൂ. ഇത് മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആയത്ത് മൊത്തമായി ഓതി നോക്കാം. വഇദ് ഫറഖ്നാ ബിക്കുമുൽ ബഹ്റ ഫഅൻജൈനാകും വഅഗ്റഖ്നാ ആല ഫിർഔന വഅൻതും തൻദുറൂൻ വഇദ് വഅദ്നാ وَإِذْ فَرَقْنَا بِكُمُ الْبَحْرَ فَأَنْجَيْنَاكُمْ وَأَغْرَقْنَا آلَ فِرْعَوْنَ وَأَنْتُمْ تَنْظُرُونَ وَإِذْ وَعَدْنَا
وَإِذْ فَرَقْنَا بِكُمُ الْبَحْرَ فَأَنْجَيْنَاكُمْ وَأَغْرَقْنَا آلَ فِرْعَوْنَ وَأَنْتُمْ تَنْظُرُونَ وَإِذْ وَعَدْنَا. ഇനി ഈ ആയത്തൊന്ന് കാണാതെ ഓതി നോക്കൂ. ഇത് മനസ്സിൽ പതിയുന്നത് വരെ ഓതിക്കൊണ്ടിരിക്കുക. മനസ്സിൽ പതിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്ത ആയത്തിലേക്ക് പോകാൻ പാടുള്ളൂ. ഇത് മനഃപ്പാടമാക്കിയതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങൾ നാം പറയാം. മനഃപ്പാടമാക്കുക എന്നതിനേക്കാൾ പ്രധാനമാണ് അത് മറന്നു പോകാതെ സൂക്ഷിക്കുക എന്നത്. അതിനായി 4 കാര്യങ്ങൾ നിങ്ങൾ പതിവാക്കുക. ഒന്നാമത്തേത് മനസ്സിൽ പതിപ്പിക്കുക. ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ ആദ്യം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആയത്ത് ഖുർആൻ നോക്കി പലതവണ ഓതുക. ആ ആയത്ത് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ഒരു ചിത്രം പോലെ മനസ്സിൽ പതിയുന്നതുവരെ ശ്രദ്ധയോടെ നോക്കി ഓതുക. മനസ്സ് പാകപ്പെട്ടാൽ മാത്രമേ പഠനം എളുപ്പമാകൂ. രണ്ടാമത്തേത് ആവർത്തിച്ച് ഉറപ്പിക്കുക. ഒരു ആയത്ത് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ അടുത്തതിലേക്ക് പോകാതെ ആ ആയത്ത് ചുരുങ്ങിയത് 20 തവണയെങ്കിലും കാണാതെ ആവർത്തിച്ച് ഓതണം. ഇത് ആ ആയത്തിനെ നിങ്ങളുടെ ദീർഘകാല ഓർമ്മയിലേക്ക് മാറ്റാൻ സഹായിക്കും. മൂന്നാമത്തേത് സ്വയം തിരുത്തുക. കുറച്ച് സമയം കഴിഞ്ഞ് നിങ്ങൾ പഠിച്ച ഭാഗം കാണാതെ ഓതി നോക്കുക. എവിടെയെങ്കിലും തടസ്സമോ തെറ്റോ അല്ലെങ്കിൽ എന്താ പറയണ്ടേ, നിങ്ങൾക്ക് മുമ്പോട്ട് കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശബ്ദം ഫോണിൽ റെക്കോർഡ് ചെയ്യുക. ശേഷം ഖുർആൻ നോക്കി ആ റെക്കോർഡിംഗ് കേട്ടു നോക്കിയാൽ എവിടെയാണ് തെറ്റിയത് എന്ന് നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് തിരുത്താനും സാധിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് തന്നെ ഓൺ ദ സ്പോട്ടിൽ തെറ്റ് മനസ്സിലാക്കുകയും ചെയ്യും, തിരുത്താനും പറ്റും. അപ്പം കൂടുതൽ എളുപ്പമാകും. നാലാമത്തേത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. പഠിച്ചുറപ്പിച്ച ഭാഗങ്ങൾ നിങ്ങളുടെ 5 നേരത്തെ നിസ്കാരങ്ങളിൽ ഓതാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ദീർഘനേരം നിസ്കരിക്കാൻ പറ്റും. ഈ രാത്രി നമസ്കാരങ്ങളിലെല്ലാം ഇതേപോലെ പഠിച്ച ഇപ്പം ഇത് ഇന്നത്തെ ക്ലാസ് അടക്കം 50 ആയത്തുകളാണ് നമ്മൾ മനഃപ്പാടമാക്കിയത്. ഒരു 2 പേജൊക്കെ ഓരോ റക്അത്തിലും ഓതിക്കഴിഞ്ഞാൽ നിസ്കാരം കുറച്ച് കൂടുതൽ ദീർഘനേരം നിസ്കരിച്ച് എന്നുള്ള ഒരു ആയത്തും കിട്ടും. പിന്നെ നിങ്ങൾ പഠിച്ച ആയത്ത് മറന്നു പോകാതെ സൂക്ഷിക്കാനും പറ്റും. ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ ജമാഅത്തിനൊന്നും പോയില്ല, അപ്പോൾ വീട്ടിൽ നിസ്കരിക്കുകയാണെങ്കിൽ ഇപ്പോൾ സുബൈക്ക് ഈ 2 പേജ് ഓരോ റക്അത്തിലും ദീർഘനേരം ഓതി നിസ്കരിക്കാൻ പറ്റും. അങ്ങനെ നിസ്കരിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആ ദിവസം ഒരു പ്രത്യേക ഉന്മേഷവും റാഹത്തും ലഭിക്കുന്നതാണ്. അതേപോലെ ളുഹർ, അസർ ഈ ഭാഗങ്ങളിലൊക്കെ നിസ്കരിക്കുക. ഇനി പുരുഷന്മാർ ആ പള്ളിയിൽ ജമാഅത്ത് പോകുന്നവരായിരിക്കും. അവർ സുന്നത്ത് നമസ്കാരങ്ങളിൽ ഇങ്ങനെ പഠിച്ച ഭാഗങ്ങൾ ഓതിക്കൊണ്ടിരിക്കുക. അതേപോലെ രാത്രി നമസ്കരിക്കുന്ന ആൾക്കാർ ആ രാത്രി നമസ്കാരങ്ങളിൽ ഒരു 2 റക്അത്താണ് നിസ്കരിക്കുന്നതെങ്കിൽ ഒരു 2-3 പേജൊക്കെ ഓതാൻ പറ്റും. വളരെ ദീർഘമായി നിങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റും. ആ ഒരു അനുഭൂതി നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും നിങ്ങൾ ഇതേപോലെ ഓതി നോക്കിയാൽ. അതേപോലെ വെറുതെ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴോ നിങ്ങൾ ഈ പഠിച്ച ഭാഗങ്ങൾ മനസ്സിലോ ഉറക്കെയോ ഒന്ന് ഓതി നോക്കുക. ഇപ്പോൾ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്നു ആ സമയത്തോ അല്ലെങ്കിൽ ഫാമിലിയായിട്ട് പോകുന്ന സമയത്തോ ജസ്റ്റ് പഠിച്ച ഭാഗങ്ങളൊന്ന് ആവർത്തിച്ച് ഓതി നോക്കുക. അല്ലെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ സ്ത്രീകളുടെ കാര്യം ആണെങ്കിലോ അല്ലെങ്കിൽ പുരുഷന്മാരുടെ കാര്യം ആണെങ്കിലോ ജോലി ചെയ്യുന്ന സമയത്ത്, വീട്ടുജോലിയോ അല്ലെങ്കിൽ ഷോപ്പിലോ എവിടെയെങ്കിലും നിൽക്കുന്ന സമയത്ത് മനസ്സിലോ ഇങ്ങനെ ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ചെയ്താൽ അത് നിങ്ങൾക്ക് ഒരു കാലത്തും മറന്നു പോകാതെ ഇരിക്കും. അത് ഓതാതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് കിട്ടാതെ വരിക. ഇപ്പം നമ്മൾ ബൈഹാർട്ടാക്കി പിന്നെ നിങ്ങൾക്ക് ഇത് കുറച്ച് കാലം നിങ്ങളിത് ഉപയോഗിച്ചില്ല, ഓതിയില്ല, ഓക്കെ, സ്വാഭാവികമായിട്ട് മറന്നു പോകും. പക്ഷേ രണ്ടാമതും ഇതേപോലെ ഖുർആൻ എടുത്ത് ഒന്ന് മനസ്സിരുത്തി 2 പ്രാവശ്യം ഒന്ന് വായിച്ച് ഇതായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതേപോലെ ബൈഹാർട്ട് ആയതിനു ശേഷം
നല്ല ഒരു ഖുർആൻ പാരായണത്തിൻ്റെ MP3 മിശാരി അൽഫാസിയെ പോലുള്ള നല്ല നല്ല കാര്യങ്ങളുടെ MP3 ആ പഠിച്ച ഭാഗങ്ങൾ നിങ്ങൾ ആവർത്തിച്ച് കേൾക്കുക. അത് മനസ്സിൽ പതിപ്പിച്ചതിന് ശേഷം മാത്രം, ബൈഹാർട്ടാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് അത് ചെയ്യാൻ പാടുള്ളൂ. കാരണം കേട്ട് പഠിച്ച് ബൈഹാർട്ടാക്കിയാൽ അത് പെട്ടെന്ന് മറന്നു പോകും. അത് നോക്കി പഠിച്ച് ബൈഹാർട്ടാക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ആ ചിത്രം തന്നെ ഉണ്ടാവും. ഇതൊക്കെ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു 20 തവണയെങ്കിലും നിങ്ങൾ ഇത് ആവർത്തിച്ച് ഓതണം. ഇപ്പം നമ്മൾ ആദ്യം 1/4 ഹിസ്ബ്, അര ഹിസ്ബ്, ഇപ്പം 3/4 ഹിസ്ബിലേക്കുള്ള ക്ലാസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ ഓരോ ഹിസ്ബിൻ്റെ ഭാഗങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, ചുരുങ്ങിയത് ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ബൈഹാർട്ടായിട്ട് തന്നെ ഓതി നോക്കുക. അത് നിസ്കാരത്തിലായാലും അതേപോലെ പിന്നെ വെറുതെ ഇരിക്കുമ്പോഴും എങ്ങനെയെങ്കിലും ഓതി നോക്കുക. രണ്ടാമത്തെ ദിവസം ഇത് തന്നെ രണ്ടാമത്തെ ഭാഗം ഓതി നോക്കുക. ആദ്യത്തെ ഭാഗം ഓതുക, രണ്ടാമത്തെ ഭാഗം ഓതുക. ഓരോ ദിവസം ഇടപെട്ട് അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും വലിയ ഹയർ. ഇനി പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരു ദിവസം ഇടവിട്ട് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക. അത് അങ്ങനെ ഓതിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ പഠിച്ച ഭാഗങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് മറന്നു പോകാതിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് വരെയുള്ള ക്ലാസ്സിൽ 50 ആയത്തുകളാണ് പഠിച്ചു കഴിഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ്സിൽ ബാക്കി ഭാഗങ്ങൾ ഉൾപ്പെടുത്താം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.